സെപ്റ്റംബർ 29 GST പോർട്ടലിൽ വന്നിട്ടുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അതായത് GST പോർട്ടലിൽ നിങ്ങളുടെ ഡേറ്റാസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതാണ് ഇപ്പോൾ പുതിയ പ്രശ്നം. അതായത് റീസ്റ്റോറേഷൻ ഓഫ് GST റിട്ടേൺസ് ഡേറ്റ ഓൺ പോർട്ടൽ. അതായത് GST പോർട്ടലിൽ 7 വർഷത്തിന് പിന്നിലുള്ള ഡേറ്റാസ് ഒക്കെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം. ഹായ്, ഞാൻ അഖില, GST പ്രാക്ടീഷണറാണ്. ഇപ്പോൾ ഈ സെപ്റ്റംബർ 21 GST പോർട്ടലിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് ഇതാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ സെപ്റ്റംബർ 24 ഒരു അഡ്വൈസറി വന്നിട്ടുണ്ട്. അതിൽ ഈ GST പോർട്ടലിൽ 7 വർഷത്തിന് മുമ്പുള്ള ഡേറ്റാസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള റീസൺ ഇതിലുള്ള ഇതിലുള്ള ഡേറ്റാസൊക്കെ ആർച്ചീവായിട്ട് പോവുകയാണ്. കാരണം അതിൻ്റെ ഒരു ഡേറ്റ ആർച്ചീവൽ പോളിസി കാരണമാണ് അതിലെ ഡേറ്റാസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പോണത്. അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക് GST ഡീലേഴ്സിന് അത് പ്രോബ്ലം ആയിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് GST പോർട്ടൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഈ ഡേറ്റ ആർച്ചിവൽ പോളിസി എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ മന്ത്ലി ബേസിസ് ആണ്. ഇപ്പോൾ ഓൾറെഡി പ്രീവിയസ് 2 മന്ത്സിലത്തെ ഡേറ്റാസ് പോയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഓരോ മാസം വരുന്നതോളം അതിൻ്റെ പിന്നിലുള്ള ഓരോ മാസത്തെ ഡേറ്റാസ് പോയിക്കൊണ്ടിരിക്കും എന്നാണ് ഇതിൽ പോളിസിയിൽ ഒരു മുന്നറിയിപ്പ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും GST റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡേറ്റാസ് ആവശ്യമുണ്ടെങ്കിൽ അതിനേക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് സേഫായിട്ട് ഒരു സ്ഥലത്ത് സേവ് ചെയ്ത് വെക്കാനാണ് GST ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ജൂലൈ 2017 പിന്നെ ഓഗസ്റ്റ് 2017 ഡേറ്റാസ്, ഓഗസ്റ്റ് 1 2024 പിന്നെ സെപ്റ്റംബർ 1 2024 ആയപ്പോൾ ഈ ജൂലൈത്തെ ഓഗസ്റ്റിലത്തെയും ഡേറ്റാസ് ഒക്കെ ഡിലീറ്റ് ആയി പോയി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരുപാട് പേര് ഇതിനെ പറ്റിയിട്ട് GST ഡിപ്പാർട്ട്മെൻറ്റിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് അവർ ആ ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഡേറ്റാസിനെയൊക്കെ റിക്കവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അതായത് ഈ ആർച്ചിവൽ പോളിസി ഉള്ളത് കൊണ്ട് ഇൻ ഫ്യൂച്ചർ പിന്നെയും ആ ഡേറ്റാസ് ഒക്കെ ഡിലീറ്റ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഡേറ്റാസ് ഒക്കെ നിങ്ങൾ എന്തൊക്കെയാണ് റിട്ടേൺ ഫയലിംഗ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് സേവ് ചെയ്ത് വെക്കാനാണ് GST ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരുന്നത്. പിന്നെ ഒരു അപ്ഡേറ്റ്, ഈ ബയോമെട്രിക് അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിരുന്നു. ആ അപ്ഡേറ്റ് ഇപ്പോൾ ഒഡീസ എന്ന സ്റ്റേറ്റിലും കൂടി വന്നിട്ടുണ്ട്. അതാണ് ഈ സെപ്റ്റംബർ 29 വന്നിട്ടുള്ള 2 അപ്ഡേറ്റ്സ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ബൈ ബൈ.